ആ ഫയർ എന്റെ ഹൃദയത്തിൽ എടുക്കുന്നതുകൊണ്ട് എത്ര വലിയ കമ്പനി എനിക്ക് ടാർഗറ്റ് എന്നാൽ എനിക്ക് പുല്ലാണ്. ഏകാട്ടി വലിയ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള പവറാണ് എന്റെ കയ്യിൽ പറയുന്ന പവർ അല്ലേ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതിനു മുമ്പോട് സംസാരിച്ച രണ്ട് സ്കീമുകൾ, അതായത് നമ്മുടെ സ്കില്ലേജിലേക്ക് അതുപോലെ തന്നെ സ്ട്രേറ്റ് പാതിന് പവർഫുൾ വേർഡ് അല്ലേ? ഞാൻ ഇരുന്ന് വേർഡ് കയ്യിലോട്ടൂടെ ഇവിടുന്ന് കുറച്ച് ആളുകളെ കിട്ടിയ കൊള്ളാമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറപ്പ് എനിക്ക് ഇവിടെ കുറച്ച് ആളുകൾ കാണുന്നത്. കാരണം ഇതുപോലത്തെ ലീഡേഴ്സ് വളർത്തിയിട്ടുള്ള കുട്ടികൾക്ക് മോശമായി പോകില്ല. കൂടിയല്ലേ? നിങ്ങളെന്താ ആക്കിയല്ലേ? ആക്കണോ? നമ്മൾ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. എന്തിനാ ഡിഗ്രിക്ക് മാർക്കില്ലാത്തതുകൊണ്ട് എന്നെ റിജക്ട് ചെയ്തിട്ടുള്ള കോളേജിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. മാർക്കോ അല്ലെങ്കിൽ അവസരമല്ല. ഞാൻ നിങ്ങളിപ്പോ നേരത്തെ നിങ്ങൾ രണ്ട് സാറുമാരും പറഞ്ഞത് എന്താ പറയാ, അക്ഷരങ്ങൾ കൊണ്ട് നമ്മളെ വളരെ ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മുടെ നാട്ടില് ഉദാഹരണ സഹിതം പറയുന്നു. അവർ ഇങ്ങനെ വലിയ കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ കോഴ്സിനെ കുറിച്ച് അറിയാം. കാരണം അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. എപ്പോഴും നമ്മൾ കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാന്റെ കഥ കേട്ട് വായിക്കാൻ തോന്നുന്നില്ലേ? ഏറ്റവും വലിയ കഥ പറഞ്ഞത് പെരയില് കുറച്ച് പ്രയാസങ്ങൾ കാരണമായി നമുക്കൊക്കെ. ആ സമയത്ത് വീട്ടില് മീനൊക്കെ കുറവായിരുന്നു. പറമ്പ് കാലത്ത് നമ്മൾ മത്സ്യം കുറവായിരിക്കും. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ബീഫും കരച്ചക്കാരും. അപ്പൊ ചെറിയൊരു മീൻ കഷ്ണം കൊണ്ട് എന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ അന്നത്തെ കാലത്തുള്ള ആളുകളുടെ ഒരു താല്പര്യം. അപ്പൊ ഒരു എണ്ണക്കര നമ്മൾ കരക്കി ഒരു കിളി കൂടിയിട്ടുണ്ട്. ആ കിളി അതിന് കുട്ടി ഇങ്ങനെ തള്ളക്കിളി ഇങ്ങനെ കൊണ്ടുവരുമ്പോ ചെറിയ കുട്ടി ഇങ്ങനെ വാങ്ങി വെച്ചിങ്ങനെ കാത്തിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ചോറ് വരും. അപ്പൊ മീനില്ലാത്തതുകൊണ്ട് ഞാൻ കരിയോട് മാറി മീൻ നാളെ അറിയാൻ തരാം. അങ്ങനെ പറഞ്ഞു വളർന്ന ഒരു ചരിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സമയത്ത് പഠിക്കുന്ന കാലത്ത് 2 പൊറാട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിയിട്ടുള്ള കാശില്ലാതെ ഉത്തരക്കാട് അങ്ങാടിയോട് നടന്നിട്ടുണ്ട്. എന്റെ അങ്ങാടിയാണ്. ഇന്ന് മലപ്പുറത്ത് തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നായ അലാമയുടെ ഫൗണ്ടർ ഡയറക്ടറാണ് ഞാൻ. ആ അങ്ങാടി അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് അനാമാളം എന്തെന്ന് പറയാനില്ല. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇത്രയും കഴിവില്ലാത്ത മാർക്കില്ലാത്തത് കോളേജ് റിജക്റ്റൊക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു കോളേജിൽ നിന്ന് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നിങ്ങൾ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന വിഭാഗം എനിക്ക് അറ്റേക്കറിയാം. ഞാനൊക്കെ ഈ ഡിഗ്രികളായാലും അതിന്റെ മുകളിലേക്കുള്ള PGകളായാലും അതിന്റെ മേലേക്കുള്ള PhDകളൊക്കെ ആയി കഴിഞ്ഞാൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കഴിവില്ലാതെ നമ്മൾ എവിടെ എത്തില്ല. ശരിയല്ല? നമ്മളെല്ലാം സാധനം പഠിച്ചു നീന്തൽ പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ അവിടെ താങ്ങൂല്ലേ? അതിനിപ്പോ PhD പഠിപ്പിക്കില്ലല്ലോ നീന്തല്. ഇത് നീന്തൽ അവരുടെ അറിയണം. അറിയുക 4 ആള്. ഞങ്ങളൊക്കെ 5 നമ്മളൊക്കെ പഠിക്കുമ്പോ 5 ആൾക്ക് അറിയാത്തതുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലായി അവർ ചെറിയൊരു ഗ്യാപ്പ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് എന്റെ കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ നോക്കൽ അതിന് നിങ്ങൾക്ക് കുറച്ച് ആവശ്യമുള്ള സാധനം അത് മാത്രം എടുത്തിട്ട് മാറ്റി വിട്ടാൽ ബാക്കി തള്ളലായി കൂടിയാൽ മതി. ഓക്കെ അല്ലേ? പല തള്ളലുകളിലൂടെ ഒരു തള്ളലിലൂടെ തുടക്കം കുറിക്കാൻ റെഡിയല്ലേ? ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊരു കമ്മ്യൂണിറ്റി വിദ്യാർത്ഥിയായിരുന്നു. ഒരു അക്കൗണ്ട്സ് മെറ്റീരിയൽ, അതായത് അക്കൗണ്ട്സ് ജോലി ചെയ്യുന്നതാണ്. ടാലി PGT ക്വിക്ക് ബുക്സ് MLO ഒക്കെ പഠിച്ച അന്നത്തെ കാലത്ത് 2008 ഭയങ്കര സംഭവമാണ് ക്വിക്ക് ബുക്സ് ഒക്കെ. എന്തിനാ പഠിച്ചത് ഇപ്പോൾ പുസ്തകം കേട്ടില്ല. അതൊക്കെ പഠിച്ചാൽ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കമ്പ്യൂട്ടറിൽ C++, ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ പഠിച്ചിട്ട് വെബ്സൈറ്റ് ഡിസൈനറൊക്കെ പറഞ്ഞ വെബ്സൈറ്റ് ആളുകൾ ഇല്ലാത്ത കാലം. അതൊക്കെ പഠിച്ചിട്ട് ദുബായിൽ ഇങ്ങനെ പോയിട്ട് ഗൾഫില് നമ്മൾ ദുബായ് ഫെസ്റ്റിവലൊക്കെ കണ്ടിട്ട് ആ ഷെയ്ഖാനോടെ കണ്ട് സ്വപ്നം കണ്ട ഞാൻ നേരെ ചെന്ന് വിട്ടത് ഒരു വീട്ടിലെ ഒരു നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ നിവൃത്തിയോട് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി കേൾക്കണ്ടല്ല. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ തകർന്നുകൂടെ അതുപോലെ തകർന്ന ഒരു പ്രമുഖ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖ കുടുംബമാണ്. അത് കെങ്കപ്പാറ തലവാളത്തെ ആളുകളൊക്കെ ഉള്ള ഭൂസ്വത്തുള്ള ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്റെ വീട്ടില് കാറും സർവ്വലൊക്കെ. ഞാൻ ജനിച്ചതോടുകൂടെ എന്റെ വീട്ടിൽ പട്ടിണിയാണ്. എന്താ വേണ്ടത്? ഭയങ്കര രസമുള്ള കാര്യമാണ്. വീട്ടിൽ പട്ടിണിയാണ്. വീട്ടിൽ സർവ്വ കാറുകൾ നമ്മളെ നാട്ടിൽ ചൊല്ലില്ലേ,
അവനെ കാല് കണ്ട് പട്ടിണി. എന്റെ പെങ്ങള് എന്റെ 8 വയസ്സിന് മൂത്തല്ല. അവള് ജനിച്ചപ്പോ ആ കാലത്ത് അവളെ പേരിൽ അബുദാബിയിൽ സെൽമ സൂപ്പർ മാർക്കറ്റ് ഇട്ടുണ്ട് വാപ്പ. മക്കൾ ജനിച്ചപ്പോ കേക്ക് വിളിക്കല്ല, ആ പേര് സൂപ്പർ മാർക്കറ്റ് ഇട്ടു. അപ്പൊ ഇപ്പൊ ലെവലെന്താ, നമ്മൾ മേടിച്ച പറയാൻ 5 ഐസി അങ്ങോട്ട് കൈവിടുന്ന അവസ്ഥയാണ് ലൈഫ്. അപ്പൊ നമ്മളങ്ങനെ കേട്ട് വളർന്ന് നമ്മൾ എന്നെ ഈ ലെവലിലേക്ക് മാറ്റിയൊരു മെന്റർ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ തെങ്ങുമ്പോ കയറും, തേങ്ങ ഇടും, കെറ്റിലിറങ്ങും, മണ്ണെടുക്കും. അത് 7 വയസ്സിലായോ 10-11 വയസ്സുള്ള അവർക്ക്. എന്റെ ഉമ്മ എന്റെ അങ്ങനെ സ്കില്ലായി. അപ്പൊ നമ്മളല്ലേ തീയിൽ വിത്ത് വെയിലത്ത് വളരുക, കെറ്റിലേക്ക് ഇറങ്ങിയിട്ട് കൈ വരച്ചിട്ട് മേലെ കയറാൻ പറ്റാതെ നിന്ന സമയത്ത് അപ്പോ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കുറിച്ച് കുറച്ചേരം നിൽക്കും. ചെറിയ കുട്ടിയല്ലേ, കാല് വേറെ മാറിയ ശേഷം കീറി വരും. തെങ്ങിന് മുകളിലേക്ക് കയറുമ്പോൾ കുറെ ഉയരം താഴോട്ടൊന്ന് തലയിട്ടും. അപ്പൊ തെങ്ങ് ഇങ്ങനെ അല്ലി കുടിച്ചിരിക്കും. കുറച്ചിങ്ങനെ തലയിട്ടിട്ട് പോകുമ്പോൾ വീണ്ടും കീറും. അങ്ങനെ കഴിഞ്ഞാൽ കൂടുതൽ ജീവിതത്തിലേക്ക് അടുത്ത പ്രതിസന്ധികൾ ഞാൻ വന്നപ്പോ എനിക്ക് പ്രതിസന്ധികളോട് പുഞ്ചിരി മാത്രമല്ലായിരുന്നു, അതിന് വലിയ പ്രതിസന്ധികൾ കണ്ടുവന്നതാണ്. അപ്പൊ ലൈഫിൽ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. ആർക്കും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറയാൻ കാരണം 2 ഷട്ടർ ഷോറൂമിൽ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എന്റെ ആകെ ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റ് ആവണം. ജേർണലിസ്റ്റ് ആവുന്ന അറിയാം, നല്ല നന്മ നിറഞ്ഞ വാർത്തകൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. ഞാനും പത്രത്തിൽ കയറ്റി ഓരോ ചെലവിൽ വേൾഡ് കപ്പ് രജിസ്റ്റർ ചെയ്യണം, ബുക്ക് ചെയ്യാനൊക്കെ സ്പോർട്സ് ലേഖനായിട്ട് പോകണം. യാത്ര പോകണം ആഗ്രഹിക്കുക, യാത്ര പോകണം ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഫ്രീ ആയിട്ട് പോകണം ആഗ്രഹിക്കുന്ന കയ്യിൽ ഒരു അവസരം പറയാം. പോയിരിക്കുക ആ കൈയോടെ പുറത്ത് തടിക്കുക. നമ്മൾ സെൽഫ് കൈയെടുത്തേ ആ കൈയോട്ട് സെൽഫ് നമ്മൾ നിങ്ങളൊക്കെ യാത്ര പോകണം നിങ്ങളെല്ലാം കൈവക്കില്ല. യാത്ര വല്ലാത്ത സംഭവമാണ്. യാത്രക്ക് ഞാൻ എന്റെ ആഗ്രഹം നിങ്ങൾ പഠിക്കുന്ന കാലത്ത് യാത്ര പോയത് അത് എന്റെ കാശിൽ വല്ലാതെ ഒരു ഭാഷയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞ മാറ്റി നമ്മളൊരു അതിയായ ആഗ്രഹം നിങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട് ഈ ലോകം കൂടാതെ നടക്കുന്നു അല്ലെ, ഒരില്ല. അത് എന്തെങ്കിലും പെട്ടെന്ന് എന്റെ വീട്ടിലുള്ള പ്രതിസന്ധി മൂലം ഞാൻ എന്ത് ചെയ്തു, ഈ ജേർണലിസം പഠിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് എന്റെ ജ്യേഷ്ഠന്റെ മുത്തത്താണെങ്കിൽ 2 ഷട്ടർ ഷോറൂമിൽ സിൽവാൻ പറഞ്ഞിട്ടൊരു കട തുടങ്ങി വെച്ചിട്ട് അദ്ദേഹത്തിന് വീട്ടിലെ ചെലവ് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങി കൊടുത്ത് ഗൾഫിലേക്ക് പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഴ്സൊക്കെ പഠിച്ചിട്ടോ നല്ലൊരു ജോലിയാണ് പഠിച്ചത്. നേരത്തെ സാധനമായിരിക്കും വൈറ്റ് കോളർ ജോലി. അപ്പൊ ചെന്നപ്പോ 40 ഇന്റർവ്യൂ ഞാൻ പോയി. സത്യം പറഞ്ഞ ഭംഗിയായിട്ട് കൊടുത്ത് ഓരോ ഇന്റർവ്യൂ. ഏറ്റവും രസമായിട്ട് ഇന്റർവ്യൂ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു ജബലാലിയിലാണ് ഇന്റർവ്യൂ ആണ്. അത് ഇംഗ്ലീഷ് വലിയ പേരൊന്നുമില്ല. അപ്പോഴത്തെ ഫിലിപ്പൈനാണ് വിളിക്കുന്നത്. ഫിലിപ്പൈൻ പെൺകുട്ടിയാണെങ്കിൽ നമ്മളൊക്കെ ഇംഗ്ലീഷ് അല്ലാത്തത്, പക്ഷെ നല്ല ഇംഗ്ലീഷ് പറയും, നമുക്ക് മനസ്സിലാകാത്തതാണ്. അപ്പൊ എന്നോട് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു, ജബലാലി റൗണ്ട് റോഡിൽ ഇറങ്ങിയിട്ട് സെക്കൻഡ് റൗണ്ട് റോഡിൽ ലെഫ്റ്റ് പോയി ബിൽഡിംഗ് ആണ്. നിങ്ങൾ ആ ബിൽഡിംഗ് ഇപ്പോഴും കണ്ണീരോടെ കാണും. കാരണം ഷെയ്ഖാനോട് അബുദാബി ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ പേര് അവിടെ കാണിക്കും, എയർലൈൻസ് എന്നാണ് ഇന്റർവ്യൂ. അപ്പൊ ഞാൻ എന്റെ കാശിനകത്തോട് ഫസ്റ്റ് റൗണ്ട് റോഡിൽ ഇറങ്ങിയിട്ട് സിറ്റിയിൽ പോകുമ്പോൾ ആരെയും കാശിട്ട് പോകണമല്ലോ, നടന്നു പോയി. ഫസ്റ്റ് റൗണ്ട് റോഡിൽ എന്റെ കണ്ണ് വന്ന ചൂട് സമയമാണ്. രണ്ടാമത്തെ റൗണ്ട് റോഡിൽ പോയി സ്ഥലം കണ്ടെത്തി പ്ലെയിൻ ഗ്ലാസ് ഇട്ട വലിയ കമ്പനി, വലിയ ബിൽഡിംഗ്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എനിക്ക് പറ്റാവുന്ന ഞാൻ പാർട്ടിയെ പോയി യാസീൻ കാണാൻ അറിയാത്ത ഒരു പാർട്ടിയെ പോയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി. സത്യം ഒരു കണ്ണ് വന്നിട്ട് പ്ലെയിൻ ഗ്ലാസ്. ഈ ഗ്ലാസ് ഒക്കെ സ്കില്ലേജ് വെച്ചിട്ട് എച്ചിങ് എന്താ അറിയോ, നിങ്ങൾ തല മുട്ടാതിരിക്കാൻ അല്ലെ, അല്ലെങ്കിൽ അങ്ങോട്ട് കാണിക്കാം. ആ ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിട്ടുള്ളത് കൂളിംഗ് ഒന്നും മനസ്സിലാകും. അപ്പൊ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് കണ്ടപ്പോ ഇവിടെ ഞാൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ മതിലൊന്നും ഇല്ലായിരുന്നു. 2 മണിയാഴ്ച ഞാൻ നേരെ വരച്ചിട്ട് തയ്യല് കെട്ടിയാണ് ബാറ്റിൽ ഞാൻ വിട്ടത്. അതിനുള്ളിൽ വരിക്ക് ഇതുപോലെ ഇന്റർവ്യൂ ഇരിക്കുന്ന ആളും ഇന്റർവ്യൂ ചെയ്യാണ്ടിരുന്നത് ശരിക്കും ഏതാണ് ഒരു കുഴപ്പമായിരുന്നു. അതോടുകൂടെ ഇന്റർവ്യൂ പോലെ നമ്മുടെ കുഴപ്പം എങ്ങനെയാവും, പയർ സൈഡിക്ക് ഞാനൊരു സൈഡിക്ക് ഇവിടെ ചെറിയ കുഴയും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ എന്ത് ഗ്ലാസ് മാറ്റി കൊടുക്കുന്ന അവസ്ഥ. അങ്ങനെ 10-40 ഇന്റർവ്യൂ തകർന്നില്ല. 40ാമത്തെ ഇന്റർവ്യൂ എനിക്ക് 2 ജോലിയുണ്ട്. ഒന്ന് 1500 ദിവസം സാലറി. അതായത് ഇവിടുത്തെ 30 അവസ്ഥയിൽ നോക്കിയാൽ സെയിൽസ് അക്കൗണ്ട് ടയർ പീരിയഡും എക്സിക്യൂട്ടീവിലൊക്കെ പഠിച്ചത് സെയിൽസോ. നമ്മുടെ സെയിൽസ് എന്താണ്, മൂസാക്കാരെ പിടിയിൽ രാവിലെ ഒന്ന് ചക്കരകളാണ് പുറത്ത് വെക്കും, എന്നിട്ട് പൊടിയൊക്കെ തട്ടിക്കാൻ വൈകുന്നേരം പോകുമ്പോൾ ചക്കര കൂടെ വരുന്നത്. അതാണ് സെയിൽസ് എന്നാണ് ഞാൻ സെറ്റാക്കുന്നത്. നിങ്ങളൊക്കെ സെറ്റാക്കിയത് അല്ലെങ്കിൽ ഒരു മാക്സിമം വരുന്ന മാക്സിമം നിർത്തി കൊടുക്കും. നിർത്തി കൊടുത്തിട്ട് വൈകുന്നേരം എടുക്കാതെ മോനന്മാർക്കും പാപ്പാക്കും പിടിച്ചുകൊണ്ട് പഠിക്കി വെക്കുന്ന സെയിൽസ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതല്ലായിരുന്നു സെയിൽസ്. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആ പണി പാടാറ്. വേറെ ജോലി അക്കൗണ്ട്സിൽ 2000 ദിവസം 500 ദിവസം കൂടുതൽ 10 ദിവസം 10,000 കൂടുതൽ ഞാൻ സെലക്ട് ചെയ്തു.
അതൊരു കോൺട്രാക്ടിങ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്റ്റോർ കീപ്പറായിട്ട് ഇത് ഈ കാര്യം ഇതിലൊക്കെ പഠിച്ച ഞാൻ പിന്നെ ആണി എണ്ണാൻ വേണ്ടി പോയി. കാരണം ഇത് അധികം സ്റ്റോക്ക് ഉള്ളതല്ലോ. അപ്പൊ നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്ത് നോക്കി ഇതിന്റെ കിട്ടണം. അപ്പോ എന്റെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരൻ സെയിൽസിന് ചെയ്യും. ഇന്ത്യയുടെ ശമ്പളം ഒരു മാസം ഞാൻ കാണുമ്പോൾ ഞാൻ 2000 ഉള്ളൂ. എന്റെ അത് ഒരുമിച്ച് കോളേജ് പഠിച്ചാണ് 1500 ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ കോളേജിൽ പറഞ്ഞു ഞാൻ എനിക്കും വിദേശിക്കും പണി കിട്ടി. എനിക്ക് 2000 ആണ്, വിദേശിന് 1500 ഉള്ളൂ. എനിക്ക് പിന്നെ കൊണ്ടുപോകാൻ വണ്ടി വരും, വിദേശ ബസ്സിന് കയറി പോകാനൊക്കെ പറഞ്ഞു. വേഗം വണ്ടി ആദ്യത്തെ ഒരു കൊല്ലത്ത് അങ്ങനെ പോയി. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനവിടെ പണി നിർത്തുന്ന സമയത്ത് എനിക്ക് 2500 എന്റെ സ്റ്റോറിൽ 2500 കൂടി 1500 കയറി വിദേശി 12500 ദിവസം വൈകുന്നത്. അതായത് നാട്ടിലെ 2 ലക്ഷം അന്ന് സാലറി. അപ്പൊ ഈ സെയിൽസ് എന്ന് പറയുന്ന മാന്ത്രിക മേഖലയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. സങ്കടത്തിന് കാര്യം ഞാൻ ജസ്റ്റ് ഇതിൽ മോട്ടിവേഷൻ കിട്ടിക്കൂടെ ചെയ്ത എനിക്ക് സമയമൊക്കെ തീർക്കുന്നത് സമയത്തിൽ അപ്ലൈ ചെയ്യാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് പോയപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ജീവിതത്തിലേക്ക് അതിനോട് പറയുന്നത് ഞാൻ ചെന്നപ്പോൾ ഞങ്ങളെ കമ്പനി 10-30 വർഷമായിട്ട് ഉള്ള കമ്പനിയാണ്. കമ്പ്യൂട്ടറൈസിലല്ല. നമുക്ക് അങ്ങനെ കുറെ ഭാഗ്യം കിട്ടി. ഞങ്ങളെല്ലാം കണ്ടിട്ട് കമ്പ്യൂട്ടറൈസ് യോഗം കണ്ടിട്ടുണ്ട്. ഡിഗ്രീസിലൊക്കെ മറ്റുള്ള ഞങ്ങൾക്ക് ഗുണമില്ല. അതെല്ലാത്ത യോഗം കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ് ആക്കിയപ്പോൾ എല്ലാ ടാറ്റും നല്ല രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ചെയ്യണം. ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ് ചെയ്തു കൊടുത്തു. അപ്പോൾ എന്റെ സൂപ്പർ സീനിയർ ഒരു 50 എബോവ് ഏജിലാണ്. അയാളുടെ ആ കമ്പനി 20 കൊല്ലായിരുന്നു. അപ്പൊ ഒരു കമ്പ്യൂട്ടർ വെക്കുള്ളൂ. ഇയാൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇയാളെ ടേബിളിൽ നോക്കുക, എന്നിട്ട് ഇയാളവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ അടിച്ചെടുക്കണം. പോസ്റ്റ് നീങ്ങിയാൽ അയാൾ പോസ്റ്റ് ആളുകളെ സൈക്കിളൊക്കെ വല്ലാത്ത സൈക്കിൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ആ മനുഷ്യനാണ്. ഇന്ന് ഞാൻ പറയും കാല് ഭയങ്കരമാണ്. അതിന്റെ കാല് ജോലിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തു. അത് മന്ത്രി റിപ്പോർട്ട് പോസ്റ്റ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ചെയ്തിട്ട് വലിയ അങ്ങനെ സത്യം പറയണമെങ്കിൽ ഈ സാധനം റിപ്പോർട്ടൊക്കെ പുള്ളി കറക്റ്റല്ലേ ഓണങ്ങളെ കാര്യമാക്കാറില്ല. മാനേജ് ചെയ്ത് ചെയ്തതാണ്. പുള്ളി ശരിയിലേക്ക് ഈ റിപ്പോർട്ട് ചെയ്ത് മാനേജറുടെ മുന്നിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം മാനേജർ ഞാൻ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് പോലെ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഇയാളെ കണ്ടു. മറ്റുള്ളവർക്ക് നീങ്ങിയിരിക്കല്ലോ. എന്നാ പിന്നെ ഇയാൾക്കാണ് സഹായിക്കാൻ അപ്പുറത്തെ ഇരിക്കാനുള്ള ഈഗോ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഈഗോയിൽ ജീവിക്കുന്ന മനസ്സിലാക്കി. അപ്പൊ മാനേജർ ഇയാളുടെ നാട്ടിൽ മാറി കൊടുത്തു. ആ കുട്ടി അടിക്കൂല എന്ന് പറഞ്ഞപ്പോ മാറി അടിച്ചു. അപ്പൊ മനസ്സിലുള്ള രീതിയിൽ ഞാൻ അയാളെ നോക്കി ചെയ്തു. കമ്പ്യൂട്ടർ പഠിച്ചപ്പോ അയാൾക്ക് തീരെ പറ്റില്ല. ഇയാള് ഭയങ്കര ഫീൽ. ഇയാൾ എന്ത് ചെയ്തോ എന്നെ ഓഫീസിൽ ഇരിക്കാനില്ല. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു സംഭവം മനസ്സിലാക്കണം. ഒരു അച്ചീവ്മെന്റിന്റെ കഥ പറഞ്ഞില്ല, സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. 12 മണി മുതൽ 4 മണി വരെ റെസ്റ്റാണ്. ഉച്ച സമയത്ത് ഗവൺമെന്റിന്റെ പണിക്കാനായിട്ടില്ല. അപ്പൊ ഈ ഏഴി മോർണിംഗ് വന്ന ആളുകൾ മുന്നിലേക്ക് വന്നായിരുന്നു. എന്നെ ഇയാൾ പറഞ്ഞേക്കില്ല. എന്നിട്ട് എന്നോട് പറയും ഇന്നലെ വന്ന ലോഡിൽ പൈപ്പില് 2 പൈപ്പ് കുറവുണ്ട്, പോയി എണ്ണീക്കാൻ മുനിസിപ്പാലിറ്റി അപ്രൂവ് ആക്കില്ല. എന്നിട്ട് എണ്ണി വരുമ്പോൾ അതിന്റെ നേരെ താർപോടി ഇട്ടോ അല്ലെങ്കിൽ പെർമിഷൻ കിട്ടില്ല, ജോലി പോകുന്നതാണ്. ഞാൻ എന്റെ പേരിൽ ജ്യേഷ്ഠൻ അസുഖമായിട്ട് പോകുന്ന എന്റെ അവസ്ഥ കടാണ്. ജോലി പോകുക പേടിപ്പിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വീക്ക്നെസ് ആളുകൾ ചോദിക്കുകയാണ്. നമ്മളെന്തെങ്കിലും ലേഖനൊക്കെ വിട്ടാൽ കരി പറയുന്ന നമ്മളെ പേടിപ്പിക്കില്ല. അതേപോലെ ഇയാൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പൊ ഞാനിങ്ങനെ ഇപ്പോഴും പറയാൻ ഈ 12 മണിക്കൂർ 1 മണിക്കൊക്കെ മരുഭൂമികളിൽ നടന്നിട്ട് ഇന്റർനാഷണൽ ഫേസ് 2 അവിടെ ബിൽഡിങ്ങിന്റെ പണി 100 പണിക്ക് നടക്കണം. അവിടെ ഒരാളില്ല, കാട്ടിലിരിക്കാൻ തടയില്ല, ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുള്ളൂ. ഇവിടെ പോയിട്ട് എണ്ണിയതൊക്കെ എണീക്കണം. ഇയാൾ സൈക്കിൾ പറഞ്ഞേക്കണേ. ഞാൻ ഈ ടാർപ്പൊളി സൈഡിൽ കിട്ടുമ്പോഴത്തേന് മരുഭൂമിയെ കാറ്റിൽ ടാർപ്പൊളി ഇങ്ങനെ കൊണ്ടു. ഇപ്പൊ തന്നെ ഞാൻ ഈ വണ്ണുള്ളൂ. അന്ന് ഞാൻ എന്റെ അവസ്ഥ വെച്ചാൽ ടാർപ്പൊളിന്റെ മേലെ പന്താത്ത ഭാഗ്യം അടുത്ത ഞാനത് കെട്ടിക്കരഞ്ഞു. സങ്കടം. നമ്മൾ കാണുന്ന ജോലി എന്താ C++ ജാസ്തിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ കയറിയിട്ട് ഓഫീസിൽ കയറിയിരിക്കുന്നു, ബെല്ലടിക്കുമ്പോ ചായ കാണുന്നത്, അതൊക്കെ കൂടി സ്വപ്നം കാണുന്നത്. അത് മഴയിൽക്കൂടെ പൊടിച്ച് എന്തെല്ലാം പണിയാണെന്നുള്ള കരി പറയാൻ പറ്റില്ലല്ലോ. പുറത്തൊക്കെ മഴയിൽക്കൂടെ എണ്ണ പോക്കിട്ട് ആയ കണ്ടകറ്റി ഏതാണ് ഈ മഴമുട്ടി പിരിക്കും. അങ്ങനത്തെ അവസ്ഥ ഇയാളെ ചെയ്യുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വരുമ്പോ ഇങ്ങനെ ഞാനും മനുഷ്യരാണല്ലോ, പുരുഷന്മാരാണ്, ആളുകളെ കയറാൻ പറ്റില്ല. ബിൽഡിംഗ് നേരത്തെ ഏറ്റവും വലിയ പണി നടക്കും. പക്ഷെ താഴത്തിൽ ഞാൻ കാര്യം പഠിച്ചോനെ എന്റെ രീതി ഇങ്ങനെയാണോ, ഞാൻ കോളേജിലേക്ക് എങ്ങനെ ജീവിച്ചതാണ്, എന്തൊക്കെ സ്വപ്നം കണ്ടതാണ്, ജേർണലിസ്റ്റായിട്ട് അങ്ങനെ ഇത് കാര്യങ്ങൾ പിടിക്കുന്നത്. സിൽവാൻ 24ാമത്തെ ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയപ്പോൾ ആ പ്രൊജക്റ്റിലെ ഏറ്റവും ഞാൻ കാര്യം ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ നേരെ സ്വിമ്മിംഗ് പൂളും ജിമ്മൊക്കെയുള്ള ഫ്ലാറ്റിനെ സ്വന്തമായിട്ട് വാങ്ങി. അതിലൊക്കെ അത് പറയാൻ നമ്മൾ കരഞ്ഞിരുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടു 6 മാസം മുന്നേ. ആരെങ്കിലും ജീവിതത്തിൽ തലവരുണ്ടെങ്കിൽ വരും, ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തൂല എന്ന് പ്രതീക്ഷിച്ച് എത്തുന്നവരുണ്ടെങ്കിൽ വരും. ഞാൻ കരഞ്ഞിരുന്ന ബിൽഡിങ്ങിലെ 360 വ്യൂ
മുന്നിൽ ഗുരുജിക്കാരി കാണുന്ന ബിൽഡിങ് ഇന്ന് ഞാൻ എന്റെ സ്വീകരിച്ചിരിക്കുന്ന റൂമാണ്. അടിയിൽ പഴയ തീപ്പന്തങ്ങൾ കെട്ടി നടത്തി. ആ മോനെ എന്നാലോ ഞാനായിട്ടാ പറയാൻ എനിക്ക് ഫ്ലാറ്റ് കിട്ടിയത് പറയാനല്ല, അത് ഇൻസ്റ്റാഗ്രാമിലെ റീലിട്ടാൽ ഫ്ലാറ്റ് കിട്ടിയത് പറയാം. പക്ഷെ ആരെങ്കിലും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത തലതിരിക്കുന്നതിന് ഒരു മോട്ടിവേഷൻ ആണ് ലൈഫ് സ്റ്റോറി പറയും. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു അമേരിക്കയിലെ ഒരു കൈയില്ലാത്തതിനെ കുറിച്ച് പറയില്ലേ, ഞങ്ങൾക്ക് വേറെ കഥ അറിയണോ? നിങ്ങളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം പറഞ്ഞാല് നിങ്ങൾ ഇവിടെ കോഴ്സ് ചെയ്യുക, നിങ്ങൾ സത്യത്തിൽ ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടീമാണ്. നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് സ്കില്ലിൽ കിട്ടിയ ഒരു സ്ഥാനമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓർമ്മപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് അവർക്ക് റിയൽ സെറ്റ് ആവാൻ പറ്റും. ആ ആളുമായതോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്കൊരു എല്ലാം കൂടെ പറഞ്ഞ് നടക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ പെരുന്നാൾക്ക് വിഷുവിനൊക്കെ പടക്കം പൊടിക്കില്ല. പെരുന്നാൾക്ക് വിഷുവിനൊക്കെ പടക്കം പൊടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പടക്കം പൊട്ടി 16 വയസ്സുകാരുടെ കയ്യിൽ നിന്ന് കൈപ്പത്തി പോയി, ഈ കൈ മൊത്തം പോയി. പിന്നെ ഈ കൈന്റെ മുട്ടും ഈ കൈപ്പത്തി ഇല്ലാത്ത മനുഷ്യൻ നമ്മുടെ മുന്നിൽ എന്താണ്, ഹാൻഡിക്യാപ്ഡ് ആണ്, ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ കൈ മുട്ട് കഴിഞ്ഞാൽ ഈ കൈന്റെ കൈപ്പത്തി പോയി. എന്തായിരിക്കും അവസ്ഥ? 16 വയസ്സുകാരെ മനസ്സിലാക്കി അയാൾ നേരത്തെ മുഖം വിഷയം ചെയ്തു. ആള് 2 ഓപ്ഷനുള്ളൂ, ആളുകൾ മുന്നിൽ കൈ കിട്ടാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അയാൾ അത് രണ്ടുമല്ല എന്റെ വിഷയം. അയാൾ തീരുമാനം എടുത്തു. അന്നത്തെ കാലത്ത് മുത്തശ്ശിക്കൂട്ട് നമ്മുടെ കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന മുത്തശ്ശി കുന്നമ്മായൊക്കെ അത് പൊടിയാക്കിയിട്ട് കൊണ്ടുകൊടുത്താൽ ആരെയും കൊണ്ടുവന്നിട്ട് അയാൾ 2 പച്ച വായക്കല ബനാനയുടെ ഫോട്ടോ എടുക്കാൻ വേദിച്ചാൻ എഴുതിയിട്ട് ഇരുന്നാമത് ഒരു മനുഷ്യന് ഒരു ബോക്സിലാക്കിയിട്ട് എല്ലാ കടയിലും കൊണ്ടുകൊടുക്കും. അത് കഴിഞ്ഞ 4 വർഷം മുന്നേ സിൽവാൻ ടേക്ക് ഓവർ ചെയ്ത് കൂടെ നമ്മൾ പാർട്ണറായപ്പോൾ ഈ കടലിൽ കടലിൽ ന്യൂസിലാൻഡിൽ കയറ്റി അയക്കുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറി. ഈ 2 കയ്യിലൊക്കെ ഒരു കൈയെടുത്താക്കി ഈ 2 കയ്യിലില്ലാത്ത ഒരാള് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡ് ബേബി വിറ്റ എന്ന ബ്രാൻഡ് ഇന്ന് യൂറോപ്പിലും ന്യൂസിലാൻഡിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബേബി വിറ്റയുള്ളത് 60% വിധവകളായ സ്ത്രീകളും നിരന്തരമായിട്ടുള്ള സ്ത്രീകളും ബനാന ഫീലിംഗും മറ്റും ഉപയോഗിക്കുന്നത്. ഞാൻ ആ ബേബിയുടെ ഫാമിലിയിലെ കഥ പറഞ്ഞു. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുഗ്രാമങ്ങളിലുള്ള സ്ത്രീ അമ്മമാരുമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വിഷരഹിതമായ ആ പ്രൊഡക്റ്റ് 7 കടലുകളും കടന്ന് ന്യൂസിലാൻഡിൽ നമ്മുടെ മുകളിലുള്ള ഇന്ത്യയിലുള്ള ഓസ്ട്രേലിയ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ 2 പോയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. ആ 2 സ്ഥലത്ത് എത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചെങ്ങായിന്റെ ഒരു വിഷയം എങ്ങനെ ഉണ്ടാവണം? 2 കയ്യില്ല. നിങ്ങൾക്ക് എത്ര കയ്യിലിപ്പോ? അത് കയ്യിലെ പവർ വലിയ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള പവറാണ് 2 കയ്യിൽ വലിയ പവർ അല്ലേ? ആ സാധുവിനോട് കൈയടിക്കാൻ വേണ്ടി പറഞ്ഞാലേ ഇങ്ങനെ അടിക്കാനേ പറ്റുള്ളൂ. അറിയോ? അയാളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേഗത്തിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഇത്രയും വലിയ സ്കില്ല് നോളജ് നിങ്ങൾ എന്ത് ചെയ്യും? പൊളിക്കൂലേ? നമുക്ക് പൊളിക്കട്ടെ. 2030 എന്നൊരു കൊല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടുത്തെ ഇറങ്ങുന്നതിന് മുന്നിൽ ഒരു വിഷയം സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്ന ആളുകളോട് ചോദിക്കൽ പഠിച്ച് എടുത്താൽ അപ്പോൾ പറയും ഞാൻ പോലീസുകാരെ, ഞാൻ ടീച്ചർ, അങ്ങനെ കുറെ അഭിപ്രായം പറയില്ലേ? അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇത് എഴുതി വെച്ചു. 20 കൊല്ലത്തിന് ശേഷം അവരെ വിളിച്ചു. ആ പറഞ്ഞ ആളുകളൊക്കെ വിഷയം വെച്ചു. പട്ടാളാവാന്ന് പറഞ്ഞാല് പിച്ചക്കാരനായിരിക്കണം, പൈലറ്റ് ആവാന്ന് പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറല്ല, എന്തൊക്കെ പണിയാണ്. 3 ആളുകൾ മാത്രമാണ് പറഞ്ഞതെത്തിയത്. അപ്പൊ അവര് ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന സ്റ്റഡിയാണ് നമ്മളൊക്കെ കാണുന്നത്. ചോദിച്ചു എങ്ങനെ നിങ്ങൾ വിഷനിലേക്ക് എത്തിയത്? അവർ പറഞ്ഞു ഞങ്ങൾ വിഷൻ എഴുതി വെച്ചു. വിഷൻ പറയാൻ മാത്രമല്ല, വിഷൻ എഴുതി വെച്ചു. അവര് ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് വിഷൻ എഴുതി വെച്ചു. അവർ നടന്ന് നീങ്ങി ആ വിഷനിലെത്തി. ബാക്കിയുള്ളവർ പറഞ്ഞു പോയി, പലതും പറയുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞു ജീവിതത്തിൽ ഒരു വിഷയത്തിൽ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്റെ മുന്നിൽ ഇരുന്ന് നിന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു 2030 നിങ്ങൾ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇന്ന് ഡയറി പോയിട്ട് എഴുതണം. ഞാനൊരു വീട്ടമ്മമാവോ, അല്ലെങ്കിൽ ഞാനൊരു ഓണ്ടർപ്രണർ ആവോ, അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയുടെ CEO ആവോ, അല്ലെങ്കിൽ കമ്പനിയുടെ റിയൽ അസറ്റ് ആവോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എപ്പോഴും സെറ്റ് ചെയ്യുന്ന ഒരു ഭാര്യ ആവോ, ഞാൻ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ശരിക്കല്ല, ഞങ്ങളുടെ കമ്പനിയിലെ മാനേജ്മെന്റ് പോസ്റ്റിലൊക്കെ സ്ത്രീകളാണ്. ഞാൻ അവിടെ കുറെ കുട്ടികൾ സ്ത്രീകളായെന്ന് പറയാണ്. സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മൾട്ടി ടാലന്റ് ഉണ്ടാവും. ഒരു സമയത്ത് എന്റെ ഭാര്യനെ കുറിച്ചുള്ള വുമൻസ് കോളേജിൽ ഒരു വീഡിയോ ഇട്ടത് 3 മില്യൺ ആളുകൾ കണ്ടു. ഒരേ സമയത്ത് കുട്ടികളെ നമുക്ക് ഭർത്താവിന് സാധനം തെറ്റി നിർത്തും, കുട്ടികളെ സ്കൂളിലേക്ക് സാധനം അതേ സാധനം അവരെ ജോലിയും ചെയ്യും, ടീച്ചിങ് നടത്തുന്ന ഒരേ സമയത്ത് ഒരുപാട് ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ ഇന്ന് ഈ ജോലി മേഖലയിലേക്കും ഓണ്ടർപ്രണർ മേഖലയിലേക്കും വരുന്നതോടുകൂടെ നമ്മുടെ നാട്ടിലെ ഓണ്ടർപ്രണർഷിപ്പ് വേറെ വൈബാണ്. മാർക്കറ്റിങ്ങിലൊക്കെ വരുന്ന CEO ആളുകളൊക്കെ ഗൾഫിലൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ വരുന്ന പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ മലയാളിയാണെന്നൊക്കെ ചോദിച്ചോ ഓരോ ഇംഗ്ലീഷ് കണ്ടാൽ
നമ്മൾ ചോദിക്കുന്ന മലയാളം പോലെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് സംസാരിക്കണല്ലോ. മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയില്ല ഞാൻ ചോദിക്കുന്നത് മലയാളിയാണോ. പിന്നെ അടുത്ത് മലയാളത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അത്ര പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ ഇപ്പൊ ആൺകുട്ടികൾ. ഞാൻ കണ്ട സംഭവം പണ്ടൊക്കെ നമ്മൾ പറയുന്നത് നൂതന ആണ്ടാണ്. ഇപ്പോഴുള്ള സകല പരിപാടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മാസം 4 ലക്ഷം 4 മില്യൺ വ്യൂസ് ഉണ്ട്. 40 ലക്ഷം. ഞാൻ ഒരു നാട്ടിലുള്ള ഒരു കല്ല് പോലെ അപ്പുറത്തിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ഓവർകൂടെ ആയതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇപ്പോഴത്തെ ചെക്കന്മാർ പാഷൻ എന്താ പറയുക, കുഞ്ഞുമുഖത്തെ ദുൽഖസന്മാരൊക്കെ തൽക്കാലങ്ങളുള്ളൂ ഓണ്ടർപ്രണർഷിപ്പാണ്. ഇപ്പോഴുള്ള സകല ആളുകളുടെയും മനസ്സിൽ ഒരു തീരാത്തൊരാഗ്രഹം. ഞാൻ ഓരോ പരിപാടി ബിസിനസ് കൊണ്ടുവരുന്നൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നതാണ് എങ്ങനെ ബിസിനസ് ആയിരുന്നാണ്. അത് നല്ലൊരു വിഷയമാണ്. ഒരാൾ രക്ഷപ്പെടുമ്പോൾ ആ സമൂഹം രക്ഷപ്പെടും, ആ സമൂഹത്തിന് ചുറ്റും ഒരുപാട് ആളുകൾ രക്ഷപ്പെടും. ഇപ്പൊ സിനിമയിലെ 700 കുടുംബങ്ങൾ ഭക്ഷണം കിട്ടുന്നത് നമ്മൾ 2 ശതം ഷോറൂമിൽ ജാസ്തി ഇരിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. മനസ്സിലായ അത് ഇന്ന് ഈ ലെവലിലേക്ക് മാറാൻ കാരണം പറയും. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ സോഷ്യൽ മീഡിയ സിനിമയുടെ ഏറ്റവും വലിയ പവർഫുൾ ഒരു ടൂള്. അതെങ്ങനെ എത്തിയതുകൂടെ പറഞ്ഞാൽ അത് ഞാൻ വളരെ ചിന്തിച്ചിരുന്നിട്ട് ഒരു ഏകാന്തമായിട്ട് റൂമിലിരുന്നു. അപ്പൊ എനിക്ക് ഏകാന്തത കിട്ടിയില്ല. അപ്പൊ ഞാൻ വയനാട് റിസോർട്ടിൽ പോയിട്ട് ഒന്നുകൂടിയിരുന്നു. അപ്പൊ ഒരു തോട്ടല്ല, വെറുതെ പറഞ്ഞ കാര്യമല്ലോ, അങ്ങനത്തെ തോട്ടമല്ല. റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ. അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നോട്ട് ചെയ്യണം. ആൽക്കമിസ്റ്റ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോ ചിന്തകൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. ആൽക്കമിസ്റ്റ് വായിച്ചുള്ള കൈ ഒട്ടിക്കാൻ ഭയങ്കര സന്തോഷം. ഒരു കൈയ്യെടുത്തേ നമുക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വായിക്കണം. ഇന്നലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് കാസർഗോഡ് നിന്ന് പരിചയം വന്നു. ഞാൻ ആക്ച്വലി ഇന്നലെ വയനാട്ടിൽ നിന്ന് നല്ല ടയർഡാണ്. ഇപ്പോഴും നല്ല ഉറക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ട് സാധാരണ ഈ പരിപാടി എനിക്ക് 10 മണിയിലേക്ക് എടുത്തോട്ടോ. ശീലം തെറ്റാൻ നോക്കാറില്ല. എന്റെ ബോഡിക്ക് ചായ എന്ന് പറഞ്ഞല്ലോ. ഞാൻ നിരന്തരമായി ഞാൻ എന്റെ സ്വപ്നം യാത്രകളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബിസിനസ്സിൽ സക്സസ് ആയപ്പോൾ പല കമ്പനികളിൽ നിന്ന് കോംപ്ലിമെന്ററി ട്രിപ്പ് കിട്ടിയിട്ട് ഇന്ന് നിങ്ങൾ വിളിക്കാൻ നിൽക്കുമ്പോൾ 40 കൺട്രി ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത് നിൽക്കുക. 40 രാജ്യങ്ങൾ. അപ്പൊ ഞാൻ വിഷയം വേണം. തെങ്ങുന്ന കയറാൻ പഠിപ്പിച്ചതിന്റെ ഉമ്മ, കിണറ്റിൽ ഇറക്കാൻ പഠിപ്പിച്ചതിന്റെ ഉമ്മ. അത്രയൊന്നും ടാസ്ക് ഇല്ല. ഒരു കമ്പനി ജോൺസൺ കമ്പനിയിലാണ് 8 കൺട്രിയിലെ ഈ മാസം എടുത്താൽ അല്ല അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞാൻ 15 ദിവസം 8 കൺട്രിയിലെ നോക്കും. അതിനുള്ള സ്കില്ലുള്ള ടീം എനിക്കുണ്ട്, എന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. ആരോട് ചോദിക്കാതെ ഞാൻ 8 കടയിൽ അപ്പോൾ ഓർഡർ സൈൻ ചെയ്യും. അമേരിക്കയിൽ ടിക്കറ്റ് പറിച്ചു പറയും. 3 വട്ടം എനിക്ക് അമേരിക്കയിൽ ടിക്കറ്റ് കിട്ടി. വേണ്ടല്ല UK പോയി. ഈ ന്യൂസിലാൻഡ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം 2 വട്ടം പോയി. സ്വിറ്റ്സർലാൻഡ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ എന്റെ കുട്ടികളുടെ കുടുംബത്തിനായിട്ട് പോയി. 4 കുട്ടികൾ കിട്ടാം. അത് പറയാം. 2 ആണോ 2 പെൺകുട്ടികളും. ഒരു ഫാമിലി മൊത്തം സ്വിറ്റ്സർലാൻഡിൽ പോയാണെങ്കിൽ 20 ലക്ഷം കിട്ടും. I5 പോയാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പറയാൻ എന്താ. ഞാൻ പെണ്ണുങ്ങളെ ഫ്രീ ആയിട്ടൊന്നും കണ്ടി. എവിടെ 20 ലക്ഷം രൂപ ആയിപ്പോ പിന്നെ കുടുംബത്തിന്റെ സന്തോഷം കേട്ടിട്ട് അപ്പൊ ചെറിയ ചെക്കൻ പറയാനാ. അതിപ്പോഴത്തേക്ക് ജോൺസൺ തന്നെ ചെക്കന്മാർ വൈകാട് പെണ്ണുങ്ങൾ പറ്റത്തിയാണ്. അപ്പൊ ഞാൻ തമാശ പറയാൻ ചെക്കന്മാർ ചെറിയ ചെക്കനെ മനസ്സിലാക്കില്ലേ കോംപ്ലിമെന്റ്. അപ്പൊ എന്റെ ആഗ്രഹം ഇതായതുകൊണ്ട് ഇപ്പൊ നിന്റെ ഞാനും ഒരു ബിസിനസ്സുകാരാണ്. ഇന്റെ നേരെ പാഷൻ ബിസിനസ് ചെയ്യുന്ന ഒരാളും അവിടെ നിൽക്കുമ്പോ 8 കണ്ടിന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ആളെന്താ പറയാലോ 8 കണ്ടിലൊന്നും ആവില്ല. പ്രതിസന്ധിയാണ്, വെള്ളക്കുറവാണ്. ഞാൻ 8 മൈൻഡ് സെറ്റാണ്. സമയത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നു. ഒരു സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട അസുഖമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എല്ലാവരും കൂടെ പിരിച്ചിട്ട് ഒരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുസ്തഫ നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടക്കാരാണല്ലോ, കിട്ടണാണല്ലോ നമ്മളെ കൈപ്പിടിയിൽ നമുക്ക് 2-3 ആദ്യം കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ അന്ന് സിൽവാനിലെ സെയിൽസും ക്ലോസിങ്ങും എക്കോസും ഒക്കെ ഞാൻ ചെയ്യും. ഞാൻ ഇല്ലെങ്കിൽ സിൽവാൻ ഒടുക്കും കിടക്കില്ല. എന്റെ ഒക്കെ വിചാരം സിൽവാനിന്റെ തലയിൽ ഞാൻ നിൽക്കണം. ഒരു പട്ടിനെ വന്നിട്ട് പട്ടി കുതിരവണ്ടിന്റെ താഴെ ഞാൻ കിടക്കിയത്. അതിന് കുതിരവണ്ടിയിലെ ആൾ ജയിച്ചു കുതിര നീപ്പിച്ചു. ആ പട്ടി നീച്ചു. കുതിരവണ്ടി ഓടുന്നത് ആ പട്ടി ഓടുന്നത്. പട്ടിന്റെ കുതിരവണ്ടി പട്ടിനെ കൊണ്ട് ഓടുന്നത്. അപ്പൊ ഞാൻ കുതിരനെ അടിച്ചു. കുതിരവണ്ടി സ്പീഡിൽ ഓടാൻ തുടങ്ങി. പട്ടി സ്പീഡിൽ ഓടാൻ തുടങ്ങി. പട്ടിയുടെ വിചാരം നമ്മുടെ പട്ടിനെ ഓടിക്കുന്നതായി. ഇയാൾ ഒന്നുകൂടെ കുതിര അടിച്ചു. കുതിരവണ്ടി പോയി പട്ടിക്ക് അരച്ചാണ് പോകുമ്പോൾ അതേ അവസ്ഥയിൽ എന്റെ അവസ്ഥ. സിനിമ എന്റെ തലമുറ എന്റെ ധാരണ. ഫുള്ള് ഞാൻ ക്ലോസ് ചെയ്യണം. എല്ലാ കസ്റ്റമർ ഞാൻ കാണണം. ഞാൻ ഡിസ്കൗണ്ട് ചെയ്താൽ അത് നടക്കുന്ന ഒരു ധാരണ. സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന കസ്റ്റമറിനെ നോക്കി തിരിച്ചു വലിയ ഡിസ്കൗണ്ട്. അപ്പൊ വലിയ സംഭവമാണെന്നാണ് എന്റെ വിചാരം. അങ്ങനെയൊക്കെ സമയത്ത് ഒരാൾ പിന്നോട് പറഞ്ഞു ഞാൻ നോക്കുന്ന സോഫയിൽ 5 കസ്റ്റമർ അന്നത്തെ രാവിലെ വെച്ചിട്ട് 10 ലക്ഷം രൂപ. ഒരു കസ്റ്റമർ 2 ലക്ഷം ഇല്ലാക്കും. ഞാൻ പോയാൽ എന്തായാലും 2 ആൾക്കാർക്ക് ഇല്ലാക്കൂല. അത് 5 ലക്ഷം കുറയും. അപ്പൊ ഞാൻ അത് ഇല്ലാക്കാം. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ എനിക്ക് പറയാറില്ല. ഒരാൾക്കാരുടെ ചാരിറ്റിക്ക് അത് പോകാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ. അത് ഞാൻ തിങ്ക് ചെയ്തു.
നമ്മള് ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട് രണ്ട് യുറേത്തേൻ രണ്ട് കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ പോക്കലിൽ കയ്യിട്ട് കല്ലെടുക്കുക, ഈ കല്ലാണെങ്കിൽ ഇത് വൈറ്റ് പോയിക്കോ, ഈ കല്ല് അങ്ങനെ ക്ലോസ് ഇട്ടിട്ട് മുറിയാണെങ്കിൽ ഞാൻ സിനിമക്കൂടെ പോലെ കാണില്ല, അങ്ങനത്തെ കാര്യം. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഞാൻ നോക്കി ഇങ്ങനെ വൈകിട്ട് മരിച്ചില്ല, ഏതോ ആദ്യമാരുടെ കയ്യിൽ കുടിച്ചിട്ട് 10,000 രൂപ കൊടുത്തിട്ട് കരയിട്ടുള്ളതാണ്. ഇങ്ങനെ ലക്ഷ്യങ്ങൾ അനുസരിച്ചുകൊണ്ടിരിക്കണം. എന്ത് രസമുള്ള ശരി. ഞാനൊക്കെ ചിന്തിച്ചു, എനിക്ക് വേണ്ടി പണിയെടുക്കണോ, സൊസൈറ്റിക്ക് വേണ്ടി പണിയെടുക്കണോ? അങ്ങനെ ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യാത്തൊരു മനുഷ്യനാണ് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി പണിയെടുക്കാൻ എത്തിയിട്ട് ഇവരെ കൂടെ പോയി ഓരോ നോക്കി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പെട്ടെന്ന് പരിപാടി ചെയ്യണം. അന്ന് സോഷ്യൽ മീഡിയ എഡിറ്ററും ക്യാമറമാനും ബ്ലോഗർക്ക് ഞാൻ കേട്ടോ ഒരു കാലഘട്ടം. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് അടിപൊളി ക്യാമറമാനൊക്കെ ഉണ്ട്. അങ്ങനെ സമയത്ത് സമയം ചൂണ്ടി പറയാം. എന്താ പറഞ്ഞു? വീഡിയോ കുട്ടികളെ ഞാൻ പോയി. ഞാൻ ചേളാരി എത്തിയിട്ടുണ്ട്, ഒരാളെ കാണാൻ വേണ്ടി പോകും. ചേളാരി എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിളി. ആ സാധനം കിട്ടുമോ യോഗമാണ് പറയും വിളി. അതിന്റെ ഒപ്പം ഞാൻ കൊണ്ടുവരാൻ ടെലിഫോൺ എനിക്ക് കടി തരുന്നു. ഇങ്ങനെ വരലില്ല. ഇവിടെ വീഡിയോ ഞാൻ കണ്ടു, ആകെ 10 ആൾ കാണുന്ന വീഡിയോ ആണ്. ഇവിടെ വീഡിയോ കൊണ്ടാൻ സാധനം കിട്ടും. നോക്കിയപ്പോ ഞാൻ എന്തോ പതിനേഴ് സംഭവിച്ചിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോക്കിയപ്പോ 4 ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. 10K ഫോളോവേഴ്സും ആയിട്ടുണ്ട്. എന്റെ ലോകങ്ങൾ മുന്നിലല്ല. ഞാൻ കമന്റ് വായിച്ചപ്പോഴാണ് പറയും, ഇവിടെ ക്യാമറ പിടിക്കാനുള്ള ലോകം. അതായത് ക്യാമറ ശരിക്കും ക്യാമറ പിടിക്കാനുള്ളത് അന്നാണ് നടുക്കുന്ന സത്യം ഞാൻ ഞാനൊരു ബ്ലോഗായിരുന്നുള്ളത്. അതുകൊണ്ട് ആ അപ്പൊ വെള്ളം പേടിക്കുന്ന സന്തോഷത്തോട് പറയാൻ പറ്റുന്നില്ല. പെണ്ണുകൂടി കണ്ടാൽ കാണുന്ന വീഡിയോ അല്ല, ഓടി ഫാമിലി ഉള്ളതാണ്. അപ്പൊ ഓടി പറഞ്ഞു, കാക്ക നിങ്ങളെ ഞാൻ ഒരുപാട് ചീത്ത പറയില്ല, കാര്യം ഓടുകൾ കുമ്പസരിക്കരുത്. പറയണ്ട നിങ്ങൾ പറയാൻ വേണ്ടി കാക്ക പറയാം. എല്ലാം ഞാൻ തന്നെ അത്യാവശ്യം നാളെ ചീത്ത വരുമ്പോ നാട്ടുകാരെ ചീത്ത എന്തിനാ വാങ്ങിയിരിക്കുന്നത് കോൺസെപ്റ്റ്. അങ്ങനെ ഞാൻ എന്റെ വീടിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ഒരു വീഡിയോക്ക് മാത്രം കമന്റ് ഓഫ് ആക്കിയത്. പിന്നെ ചീത്ത ക്യാമറ വരെയൊക്കെ പിടിക്കണം, മാക്സിമം പ്രൊഡക്റ്റ് കൊടുക്കാനാണ്. അത് ഞാൻ ടൂളായിട്ട് ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ മൂലം സിൽവാറിൽ കിട്ടുന്ന ബിസിനസ് ഫുള്ളാക്കുക. യൂട്യൂബിലൂടെ മാത്രം 5 കോടി പെറുന്നുണ്ട് സിൽവാർ ബിസിനസ്. അങ്ങനെ കുടിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോ കണ്ടിട്ടപ്പോ എല്ലാവരും കൂടെ കണ്ടിട്ട് വെള്ളം കുടിച്ച് നീന്തൽ പഠിച്ച ഒരു മഹാനായ മനുഷ്യന്റെ ജീവിതശൈലി പോലെയാണ് ഞാൻ യൂട്യൂബിലെത്തുന്നത്. അതൊക്കെ മനസ്സിലായി ആളുകൾക്ക് ആവശ്യമാണ്. ഞാൻ കണ്ടിട്ടുള്ള വീട് എങ്ങനെ വീട്ടിൽ ടൈൽസ് നിർമ്മിക്കുന്നതാണ്. അറിയാത്തതിനെ കുറിച്ചാണ് ഈ ടൂറ് പറയാനും നല്ല വ്ളോഗർമാരുണ്ട്, പോലെ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ചെലവ് ചുരുക്കി എങ്ങനെ വീട് നിർമ്മിക്കാം. അടുത്ത വീഡിയോ ഉണ്ടോ, 10 ലക്ഷം ആൾക്കാരുണ്ടോ. പിന്നെ ഞാൻ കല്യാണ പേരൊക്കെ പോയി കയ്യൊക്കെ കഴിയുമ്പോൾ അവരെടുത്ത് തിരിച്ചു തുടങ്ങും. അങ്ങനെ തിരിച്ചപ്പോ ഞാൻ വീഡിയോ കിട്ടാണ് കുറുക്കനെ കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളോട് ഇന്ന് ഈ നിമിഷം ഒരു എയർപോർട്ടിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കൂടെ സെൽഫി ഇട്ടുന്ന 4 ആളെങ്കിലും ആ ലെവലിലേക്ക് മാറി. എനിക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ മൊത്തം 18 മില്യൺ വ്യൂവേഴ്സാണ് മന്ത്ലി. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വെച്ചത്. സിൽവാൻ ഗ്രൂപ്പിന്റെ 60% ബിസിനസ് നിയന്ത്രിക്കുന്നത് സിൽവാൻ മുസ്തഫ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇന്ന് എനിക്ക് എഡിറ്റേഴ്സും ക്യാമറമാനും കലറിക്കൊക്കെ അടക്കം 6 ആള് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ പറയുമ്പോൾ ഓരോ ഒപ്പിയെടുക്കണ്ടേ. പണ്ട് ഞാനങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അതിനടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ എനിക്ക് വേണ്ടി ഒരു ക്യാമറമാൻ വെച്ചത്. ഇവർക്ക് വീടാണ് വേറെ ക്യാമറമാൻ വരും, ഓരോ ക്യാമറ വരും. അപ്പോ ആ നിൽക്കുന്ന സമയത്താണ് കൊറോണ ഇങ്ങനെ കടന്നു വന്ന് നിൽക്കുന്ന സമയം എല്ലാവരും കടകൾ കൂട്ടാണ്. സിൽവാൻ 6 ബ്രാഞ്ചുകൾ തുടങ്ങി. വേനൽക്കാലത്ത് കിടന്നു വെച്ചിട്ട് ഇത്ര വെച്ചിട്ടുണ്ടാവില്ലേ, 6 ബ്രാഞ്ച് തുടങ്ങി. അതിനുള്ള ധൈര്യം എന്ന് അറിയാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. കിട്ടാത്ത സാധനങ്ങൾ ചോദിച്ചാലും പഠിച്ചതുകൊണ്ട് അടിച്ചിനും ചോദിച്ചടിപ്പിക്കുക അവസരം വരുത്തില്ല. ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം പവർഫുൾ എന്ന് മനസ്സിലാക്കാൻ കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസം ദുബായിൽ പോയപ്പോ അറബിനെ പോയി വീഡിയോ ഇപ്പൊ അറബിന്റെ ഇൻസ്റ്റാഗ്രാം അയാൾ 50% ബേബി വിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൗദിയിൽ ബേബി വിറ്റ് നടക്കാൻ പോകണം. ഒരു കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ഒരു കമ്പനി ഞാൻ ആരെങ്കിലും അല്ലെങ്കിൽ തോട്ടി കൂട്ടിട്ട് ആളുകൾ പോയിട്ട് പോലെ കയ്യിൽ നിന്നാണ് പിടിക്കണില്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോയിട്ട് 50% ഇൻവെസ്റ്റ് ചെയ്ത മീഡിയം സൗദിയായിട്ട് സൗദിയിൽ ബേബി വിറ്റ് ഉണ്ടാക്കാൻ പോകണം 2026. അത് ഉണ്ടാക്കിയിട്ട് സൗദി പല ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കൂലേ.
അത് നമ്മളെ ബേബി നമ്മളെ പർച്ചേസ് ചെയ്തിട്ട് സൗദി ചാറ്റ് ബിസിനസ് മാർക്കറ്റിംഗ് ഒരേ സമയത്ത് അതിന്റെ പവർ എന്താണെന്ന് ഞാൻ പോയിട്ട് ദുബായിൽ ഷോറൂം തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ടു. കാരണം മലയാളികൾ ഇന്ത്യയിൽ ആഗ്രഹിക്കും നമ്മൾ സിസ്റ്റമിലാണ് ഇന്ത്യയിൽ ആഗ്രഹമായിട്ട് ഗൾഫിലെത്തുന്ന പ്രവാസികൾക്ക് ദുബായിൽ പോയിട്ട് സാധനം സെലക്ട് ചെയ്ത് കണക്ട് ആക്കി കഴിഞ്ഞാൽ നാട്ടിൽ റേറ്റിൽ നാട്ടിൽ ഡെലിവറി ചെയ്യുന്ന ഏക സ്ഥാപനം ഇന്ത്യയിൽ ദുബായ് സിൽവാൻ ദുബായ്. സെലക്ട് ചെയ്ത് സാധാരണ ഭാര്യ കൊടുത്ത് ഫോട്ടോ എടുക്കും, ഫോട്ടോ ആയിട്ട് പച്ചക്കറിക്കും വീട് മഞ്ഞാകും എന്നിട്ട് ഭാര്യ മാപ്പാക്കൊക്കെ വിളിക്കും മാപ്പിള. കാരണം ആ സാധു പയ്യൻ വീട്ടിലൊന്നും നോക്കില്ല. ഇന്നിപ്പോ ഭർത്താവ് അവിടെ സെലക്ട് ചെയ്താണ് മഞ്ഞക്കാരായാലും ഇന്ന് ഭർത്താവിന്റെ വാപ്പാവ് വിളിക്കാനുള്ള സുവർണാവസ്ഥ കെട്ടി കൊടുത്തുണ്ട്. ഈ യൂട്യൂബിലേക്ക് എന്ന് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ ഡെപ്താണ് മനസ്സിലായപ്പോ, ഒരു ബിസിനസ് നട്ടലാണെന്ന് മനസ്സിലായപ്പോ എന്റെ വീഡിയോ എടുത്തിട്ട് പല സോഷ്യൽ മീഡിയ ഏജൻസികൾ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, സെൽഫ് ബ്രാൻഡിങ് ചെയ്യാന്നുള്ള വീഡിയോ ഇടും. ഏറ്റവും രസമാണ് ചില സമയത്ത് താടി പറ്റാൻ ചിലർക്ക് വലുതാക്കും, താടിന്റെ ചോർക്കിന് അനുസരിച്ചാണ്. അപ്പോൾ ആ എന്നോട് എന്താ പറയാ, മാർക്കറ്റിംഗ് എന്ന് ഇയാളെ പോലെ ചെയ്യുമ്പോൾ എനിക്ക് താല്പര്യം അങ്ങനെ ആ മോളുടെ കാര്യത്തിൽ മാർക്കറ്റിംഗ് ഫുട്ബോൾ അനാമോട് ഇരിക്കണേ. ഓ സിനിമ അനാമോട് പറഞ്ഞില്ല. ഓ പറഞ്ഞ ഈ മോളെ വിധം ചെയ്താലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഏതോ ഞാനാണ് ഇന്നലെ പറയുന്ന ഇന്നലെ സിൽവാൻ മീറ്റപ്പ് ഫാമിലി മീറ്റപ്പ്. സിൽവാൻ എന്ന് പറഞ്ഞാല് വളരെ രസകരമായ ഒരു കമ്പനിയാണ്. സിൽവാൻ ഒരു കോളേജ് വൈബാണ്. അതുപോലെ പറഞ്ഞില്ല സിൽവാന്റെ മിഷൻ നമ്മൾ സെറ്റ് ചെയ്തു. ഞാനൊരു വീട് ഇട്ടപ്പോ ഇന്നലെ സിൽവാൻ ഫാമിലി മീറ്റപ്പ് നിങ്ങൾ ഓർമ്മ അതിനുവേണ്ടി കുട്ടിയാൻ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കുട്ടിയാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി കോട്ടയൊക്കെ പോയപ്പോ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ബേബിന്റെ ഇരിക്കുന്നുണ്ട്, നെസ്ല ഇരിക്കുന്നുണ്ട്, വേറെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ ബേബിന്റെ ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടിയാൻ കൊടുക്കാൻ സാധനം ചോദിച്ചു. ആ നെസ്ലാണ് അതിന് കെമിക്കൽ ചോദിച്ചാൽ നാച്ചുറലാണ്. ഞാൻ പറഞ്ഞു ബേബിക്ക് വേറെ കമ്പിയുടെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ നാച്ചുറൽ. അപ്പൊ അടിയിൽ സാധനം ഇട്ടിട്ട് പേരും പറയുന്നത് കണ്ടത് ഇത് നാച്ചുറലാണ്, നാട്ടിൽ തന്നെ. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ട് ബേബിയുടെ കേരളത്തിൽ ബേബിയുടെ യൂറോപ്പിലെ സാധനമാണെന്ന് പറഞ്ഞു. പറയരുത് ബേബിയുടെ കേരളത്തിലുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓട്ടക്കുള്ള കിഡോക്സ് എന്ന് പറയുന്ന കടല്ലേ, അതിൽ കിഡോക്സ് അതിന് ഞാൻ അതിങ്ങനെ ഞാൻ പറയുന്നത് ബേബിയുടെ കേരളത്തിലെ പ്രൊഡക്റ്റാണ്. ആ ബേബിയുടെ ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റാന്ന് എത്തിയിരിക്കുക. അങ്ങനെ മാർക്കറ്റിംഗ് ലെവലിലേക്ക് പോകണം. അതിന് എന്റെ വീഡിയോ ബേബിയെ കുറിച്ച് കാണില്ല. നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ പറയേണ്ടതുണ്ട്, പറയാതിരിക്കേണ്ടതുണ്ട്. ഞാൻ സിൽവാൻ ടൈൽസിനെ കുറിച്ചിട്ടും വീടിനെ കുറിച്ച് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്ന എനിക്കതിനെ കുറിച്ച് അറിയാം. ഞാൻ കുട്ടിയെ വളർത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ക്ലാസ് എടുത്താൽ ഏതാണ് പറയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ വിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ഫീൽഡ് നമ്മൾ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് വരിക, സെയിൽസ് ആണ് ആ ബിസിനസ് നട്ടല്. നിങ്ങൾക്ക് സെയിൽസ് സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് എന്ത് ബിസിനസ് കൊടുക്കാം, തുടങ്ങാം. നിങ്ങൾ ചിന്തിച്ചോക്കെ എപ്പോഴും നമുക്ക് ആളെ കിട്ടും, മാർക്കറ്റ് പോയ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും, വാങ്ങാൻ ആളെ കിട്ടാൻ മാർക്കറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് എന്തും പറയൂടെ? ചുരിദാരം വിറ്റെടുത്ത് വിട്ടുകൊണ്ടോ വാങ്ങാൻ ആണെങ്കിൽ വിറ്റൂടെ? ബിസിനസ് ഒന്നും. അപ്പോ സെയിൽസ് സ്കില്ല് അതാണ് എന്റെ സ്കില്ല് നിങ്ങൾ നിന്നോണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കാലം വിളിച്ചോ നിങ്ങൾക്ക് വേണം ആളാണ്. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, കണ്ടപ്പോൾ ആളെ എന്നെ കൂട്ടണമെന്ന് സംശയം 40 ആക്കണം എല്ലാം ഒന്നുകൊണ്ട് വെച്ചാൽ ആൾക്കാര് അതുപോലെ സെയിൽസ് സ്കില്ല്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കണ്ടിട്ട സമയത്ത് സോഷ്യൽ മീഡിയയുടെ മാത്രം പോയാൽ പറയുന്നത് അങ്ങനെ നമ്മൾ പുതിയ AI ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ വിചാരിച്ചു തീരുമാനം. അങ്ങനെ നമ്മളൊക്കെ പണ്ടൊരു ഡിസൈൻ ചെയ്താൽ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 8 മണിക്കൂർ മിനിമം ആവും. ഒരു എഞ്ചിനീയറെ നമ്മൾ വീടിന്റെ പ്ലാൻ വരക്കാൻ കൊടുത്താൽ 15 സെക്കൻഡ് സാധനം കിട്ടുള്ളൂ. ലോകത്തിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. 2 വീലർ കൊടുത്താൽ 30 മിനിറ്റോടെ നിങ്ങൾ വീടിന്റെ 3D ആവും. ബാക്കി 30 മിനിറ്റോടെ വിർച്വൽ റിയാലിറ്റിയുടെ നിങ്ങളെ ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഡോർ തുറക്കാം, വാർഡ്രോബ്സ് തുറക്കാം, സിങ്കിലൂടെ വെള്ളം കാണിക്കാം. ആ സോഫ്റ്റ്വെയർ ആ കമ്പനിയിൽ ചൈനയിൽ പോയി കമ്പനിയായി സിഗ്നേച്ചർ ചെയ്ത് ഇന്ത്യയിലെ ഒഫീഷ്യൽ പാർട്ണർ ആദ്യമായിട്ട് വിർച്വൽ റിയാലിറ്റി ഷോറൂം ഇന്ത്യയിൽ കഞ്ഞിപ്പുര വളാഞ്ചേരി സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ അതാണ് നമ്മൾ ദുബായിൽ വിളിച്ചു. ദുബായിൽ വിളിച്ചപ്പോ എന്നെ ഇറ്റഫങ്ങൾ വിളിച്ചു. മിഥുനറിയില്ല, മിഥുനെ വിളിച്ചു നിങ്ങൾ വരണം പറഞ്ഞു. സാധാരണ മിഥുന്റെ ഇടപെട്ട് 26 ദിവസം പൈസ കൊടുക്കാൻ നിങ്ങൾ ഇന്റർവ്യൂ കയറുന്നത് ഞാൻ ചെന്നു ഇരുന്നു. ഈ ടെക്നോളജി ഞാൻ അവിടെ പറഞ്ഞു. ഇന്ത്യയിലും UAE-യിലും ആദ്യമായിട്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇതിന്റെ പ്ലാൻ വെർച്വൽ റിയാലിറ്റി കൊടുക്കുന്ന ഫസ്റ്റ് സ്ഥാപനമായിട്ട് സിൽവാന് ഇറ്റഫങ്ങൾ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ മാത്രമല്ല അല്ലെങ്കിൽ 26 ദിവസം കൊടുക്കുന്നവർക്ക് നാട്ടിലത്തെ 5 ലക്ഷം കൊടുക്കുന്നവർക്ക് നമുക്ക് പറയാനൊരു അവസരം കിട്ടി. പല വേദികൾ കിട്ടുമ്പോഴും അവസരം കിട്ടുന്നത് സോഷ്യൽ മീഡിയ പറഞ്ഞു. എല്ലാവരും വിളിച്ചത് സിൽവാൻ സക്സസ്ഫുൾ ആയി പോകണമെന്നല്ല,
ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്, നാലാണ് അറിയുന്നതുകൊണ്ടല്ലേ. അത് അവിടെ ഞാൻ സിൽവാനെ വെച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയ എന്താണ്? എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ ഇല്ലാത്ത പവർ. നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടോ, നിങ്ങൾക്ക് എന്തും നേടാനായി. അതിന്റെ അടിപൊളി സംഭവമാണ് സ്കില്ലേക്ക് ഡിജിറ്റൽ അക്കാഡമി. ഇവിടെ കഴിഞ്ഞ കുട്ടികളെ മെഡിക്കലായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ഒക്കെ ഇറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് എട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വിഷൻ പർപ്പസ് സെറ്റ് ചെയ്യണം. സിൽവാൻ ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ സിൽവാൻ 4 കൺട്രിയിലായിട്ട് 25 ഷോറൂമായി, 2 ഷട്ടർ ഷോറൂമിന്റെ നാഷണൽ പാടി തുടങ്ങി കൊടുത്ത സ്ഥാപനം 4 കൺട്രിയിലായിട്ട് 20 ഷോറൂമായി, പല മേഖലയിലായിട്ട് 10ഓളം പാർട്ണർമാരുകൾ, ഒരുപാട് മേഖലയായിട്ട്. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ വന്നത് ബഹ്റൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഡേ ടു ഡേ സെയിം ചെയ്ത് അഗ്രിമെന്റ് ഡേ ടു ഡേ വർക്ക് കിട്ടിയിട്ട് ഇന്റീരിയർ ഡിസൈൻ നമ്മൾ തുടങ്ങി. ഇന്റീരിയർ സർവീസ് സെക്ടർ തുടങ്ങുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഓരോ കാര്യം അഡ്വാൻസ് നമ്മൾ ചെയ്യുന്ന. ബഹ്റൈനിലും ചൈനയിലും ദുബായിലൊക്കെ ചെയ്യുന്ന, മലപ്പുറത്ത് നിന്നുള്ള കെൻറ്റിലെ തെങ്ങുമ്മ കയറിയിരുന്ന, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സമുദ്രത്തിന്റെ പിന്നാലെ നടന്നിരുന്ന ഈ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സിൽവാനിന്റെ 4 രാജ്യങ്ങളിലെ പ്രസൻസ് അതിനോട് വരുന്നത് മാത്രമല്ല, കഴിഞ്ഞ ആഫ്രിക്കൻ കൗൺസിൽ, ആഫ്രിക്കൻ ഇന്ത്യ കൗൺസിലിൽ IOBന്റെ അഡ്വൈസർ ആയിട്ട് പേര് രേഖപ്പെടുത്തി എനിക്ക് അവാർഡ് ഫ്രീ മാർക്കറ്റിംഗ്. അപ്പൊ ഒരു വിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. സിൽവാൻ എന്തിനും നിങ്ങൾ എന്തെന്ന് സിൽവാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത വോട്ട് വാങ്ങിയിടും എന്നല്ലേ, അതല്ലല്ലോ. സിൽവാൻ ഒരു വിഷൻ സെറ്റ് ചെയ്തു. ഞാനൊരു വീട് ഇട്ടു, ഒരു 500 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാറുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചിരുന്നു, ഭർത്താവ് പാരലൈസ് ചെയ്ത് കിടക്കാണ്, എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൂലിപ്പണി എടുത്തിട്ടാണ് പെര ചെലവഴിക്കുന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ എന്റെ പെര ഫ്ലോറ് പിടിച്ചിട്ടില്ല, ചെറിയ ചെറിയ വീടാനങ്ങൾ കിട്ടുമ്പോൾ എന്റെ കുട്ടി എടുത്തിട്ടുണ്ടാണ്. ബെഡ് കിടക്കുന്നത് ഭർത്താവിന് കൈ തടുക്കാൻ വയ്യ, ഫ്ലോർ ടൈൽ കിട്ടിയിരുന്നു. ഇങ്ങനെ സങ്കടമായി നമ്മളിങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ. അപ്പൊ എന്റെ ഞാൻ അതിനകത്ത് 10-300 വീട് ഉണ്ടാവുള്ളൂ കഴിഞ്ഞാൽ ഞാനൊരു വീട് ഇട്ടു. 500 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് കേൾക്കാൻ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഫുൾ ഫ്രീ ആയിട്ട് ടൈൽസ് തരാനായിട്ട് വീട് ഇട്ടു. ഞാൻ ചേട്ടൊരു 150 ആളുകൾ എഴുതാറ്. കേരളത്തിൽ 25,000 ആളുകളാണ് രജിസ്റ്റർ പറയുന്നത്. 25,000 ആളുകൾ ഞങ്ങൾ പറ്റൂല. ഞങ്ങൾ അപ്പൊ ഒരു പ്ലാൻ ചെയ്തു, 2030 സിൽവാൻ 50 ബ്രാഞ്ച് ആവുകയാണെങ്കിൽ കേരളത്തിൽ 25,000 വീട്ടിലേക്ക് എല്ലാ കൊല്ലം ഫ്രീ ആയിട്ട് ഫോട്ടോസ് കൊടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് കഴിഞ്ഞ 200 വീട്ടുകാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാതെ ജാതി മത രാഷ്ട്രീയ ചില്ല വ്യത്യാസമില്ല. അതിനാണ് ഇതിനായിട്ട് അത് സിൽവാൻ അത് നടപ്പിലാക്കും. 2030 ഇത്ര വീട്ടുകാർക്ക് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ സ്റ്റാഫുകൾക്ക് കടയിലേക്ക് വരില്ല. എന്താ അറിയോ, ജോലിക്കല്ലേ വരുന്നത്, ഒരു സോഷ്യൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവർക്ക് ആവേശം കൊടുക്കേണ്ട വേറെ ഒരുപാട് ടിപ്സുകളുമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കോളേജിന്റെ പോലെ ഒരു സിൽവർ മീറ്റപ്പ് നടത്തും. നിങ്ങളുടെ പേജിൽ പോയൊക്കെ സിൽവർ മീറ്റപ്പ് എന്താണെന്നുള്ളത് നല്ല രസമുള്ള പാട്ടും പരിപാടിയൊക്കെ ആയിട്ടുണ്ടാവും, അത് നടക്കും. അത് മാത്രമല്ല, അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ബേബി വിറ്റ പറയാനുള്ള 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, ലോകത്ത് 1.5 മില്യൺ കുട്ടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് പോഷകാഹാരം കിട്ടാതെ. യമനിലും ആഫ്രിക്കയിലും ഇന്ത്യയിലടക്കം നമ്മൾ അപ്പർ പ്ലാൻ ചെയ്തു. 2030 ആകുമ്പോൾ 1 മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് പോഷകാഹാരം ഫ്രീ ആയിട്ട് കൊടുക്കും ബേബിക്കാണ്. അങ്ങനെ നമ്മൾ ഓടുന്നത്. അങ്ങനെയാണ് നമ്മൾ ആഫ്രിക്കയിലേക്കും ഇതിലേക്കും ക്ഷീണം ഉറക്കമില്ലാതെ ഓടുന്നത്. എന്റെ പേര് കഴിയാനുള്ളത്, കാരണം ഞാൻ പട്ടികയിൽ വളർന്നോടെ പേര് കഴിയാനുള്ള വരുമാനം ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓടുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അങ്ങനെ ഒരു വിഷൻ എഴുതിയാണ് ബേബി വിറ്റ എന്നുള്ള പ്രൊഡക്റ്റും സിൽവാൻ എന്നുള്ള പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനം, ഒരു ആവേശമല്ലോ. ഞാൻ അവിടെ ഇരിക്കുന്നവരെ ക്ഷീണിച്ചിട്ട് അവിടെ ഓട്ടോയെ കിട്ടിയിരിക്കുന്നത് എന്നെ ശ്രദ്ധിച്ചാൽ വരെയൊക്കെ ഇവിടെ നിൽക്കുന്ന എത്ര ആവശ്യത്തോട് പറയാൻ കാരണം ഇതെന്റെ സിരകളിലൂടെ ഓടുന്ന ഫയറാണ്. അത് നല്ല കാലം 2030 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഞാനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഓർഡർപ്പെടാൻ കഴിഞ്ഞ സമയത്ത് കാണാൻ പറ്റും. 25,000 വീടുകൾക്ക് വീട് കൊടുക്കുന്ന സിൽവാനോ, അതുപോലെ ഒരു വലിയ അതിന്റെ കണക്കൊക്കെ നമ്മൾ ഇരിക്കുന്ന കാലം എടുക്കാറാണ്. ഇത് ഞാൻ നിങ്ങളോട് ജൂനിയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സമയം ഉപയോഗിച്ചു. നിങ്ങളൊക്കെ നാളെ വരാൻ പോകുന്ന ഓർഡർപ്പെടാറാണ്, നാളെ വരാൻ പോകുന്ന മാനേജ്മെന്റ് ആളുകളാണ്. നിങ്ങൾ എത്ര എത്തിയിട്ടുള്ളത്, കഴിവുള്ള മേഖലയിലെത്തിയിട്ടുള്ളത്, നിങ്ങൾ എത്ര ഡിഗ്രി PhD എടുത്തിട്ട്
കാര്യമില്ല. സ്കില്ലില്ലാതെ നിങ്ങൾ എവിടെ എത്തൂല, മൾട്ടായിട്ടാണെങ്കില്ല നിങ്ങൾ എവിടെ എത്തൂല. അത് നിങ്ങൾ 2 സിഒമാരുടെ പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി കിട്ടിയിട്ടുള്ളത് ആറ്റിക്കുറ്റിയുള്ള ക്യാപ്സൂൾ പോലത്തെ സാധനമാണ്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ക്യാമ്പസ് ഇന്റർവ്യൂടെ 10 ആളുകൾക്ക് ജോലി തരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റി. കഴിഞ്ഞ പരിപാടി ഞാൻ 2 അപ്പൊ യാത്രകളിൽ നിന്ന് യാത്രകളാണ് ഞാൻ നോട്ട് ചെയ്തത് കഴിച്ചു പോയി. 6 ഒരാൾ ഇങ്ങനെ സ്റ്റോറി ഇട്ടു, മറ്റേ കൊളാബ് ചെയ്തു, ഇവിടുത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് വെറുതെ വിട്ടു പോയത്. ഞാൻ എല്ലാവരും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. ഇത് നാളല്ലേ, ഞാൻ ഇപ്പൊ ഫ്ലൈറ്റിലാണ്, എന്റെ ഞാൻ പോകാൻ പറ്റും. ഞാൻ അപ്പ പെൺകുട്ടി കുറിച്ച് ആരായിരുന്നു എനിക്കറിയില്ല. ആ പെൺകുട്ടിയെ കുറിച്ച് സാറിനെ വിളിച്ചു. ഞാൻ അപ്പൊ എന്നോട് എന്നെ ഏൽപ്പിച്ചെന്റെ കൂട്ടുകാരോട് പറഞ്ഞു എന്താ ചെയ്യാറ്. അപ്പൊ ഞാൻ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് ഇറങ്ങണം പറഞ്ഞു. ഫ്ലൈറ്റ് കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞു അറ്റാക്കോ ആരെങ്കിലും മരണമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാം, അതേഴ്വൈസ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എമിഗ്രേഷൻ ഡീബാർ ആവുന്നതാണ്. അപ്പൊ ഞങ്ങൾ വിളിച്ചിടാതെ സോറി എന്റെ മൊബൈൽ തിരിച്ചോക്കി എന്തൊക്കെയോ വിളിച്ചു വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തീരുമാനത്തിന് സ്കില്ല് ഇപ്പൊ വിളിച്ചാൽ ഏത് ലൈറ്റ് ആണെങ്കിലും ഞാൻ വരുന്നത്. ഇന്ന് വരാൻ പറ്റുന്ന അന്ന് വരണ്ടിയിരുന്നു. അത്രയും പവർഫുൾ ടീമിനെ നേരത്തെ പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയില്ല എന്നൊരു ഒറ്റ